ഉബുണ്ടു 22.04 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മലയാളം ടൈപ്പിങ്ങിന് വേണ്ടി എങ്ങനെയാണ് പൂർണ്ണ കീബോർഡ് സജ്ജമാക്കുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായി ശാസ്ത്രോത്സവത്തിൽ IT മേളയിൽ മലയാളം ടൈപ്പിങ്ങിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ശാരിക സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോ മുഴുവൻ കാണുക, കേൾക്കുക. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇതിനകത്ത് ടെക്സ്റ്റുകൾ ഉൾപ്പെടുത്തുന്ന രീതി കൂടി വിവരിക്കുന്നുണ്ട്. 22.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആപ്ലിക്കേഷനുകൾ മുകളിൽ കാണുകയില്ല, മറിച്ച് ഒരു ഡോക്ക് വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡോക്ക് വിൻഡോയുടെ വലതു ഭാഗത്തായിട്ട് ഷോ ആപ്ലിക്കേഷൻസ് എന്ന് കാണാം. ഈ 9 കുത്തുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഇവിടെ തുറന്നു വരും. അവിടെ നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയറുകൾ തുറക്കാൻ പറ്റും. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ശാരികയാണ്. അതുകൊണ്ട് ഇവിടെ സെർച്ച് വിൻഡോയിൽ ശാരിക എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശാരിക സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ തുറക്കാവുന്നതാണ്. ഇതാണ് ശാരിക ടൈപ്പിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ്. ശാരിക സോഫ്റ്റ്വെയർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായും കാണാൻ കഴിയുക ലോഗിൻ ക്രെഡൻഷ്യൽസ് നൽകാനുള്ള ഒരു കുഞ്ഞു വിൻഡോയും വലതുഭാഗത്തായിട്ട് താഴെ ഹെൽപ്പ്, ക്യാൻസൽ എന്നീ 2 ബട്ടണുകളും കാണാം. ഈ സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമില്ല എങ്കിൽ ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എക്സിറ്റ് ആവാവുന്നതാണ്. ഇനി അതല്ല, എന്തെങ്കിലും സഹായം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സഹായങ്ങൾ നമുക്ക് തരുന്ന ഒരു PDF ഫയൽ തുറന്നു വരും. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശാരികയുടെ വേർഷൻ ഏതാണ്, അതിൻ്റെ അഡ്മിൻ യൂസറിനെ കുറിച്ചുള്ള വിവരങ്ങൾ, മത്സരാർത്ഥി യൂസറായിട്ട് പങ്കെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത്തരം ചെറു വിവരണങ്ങളാണ് ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PDF ഫയൽ നമ്മളോട് സംസാരിക്കുന്നത്. ഇതൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും എല്ലാവരും. അതുകൊണ്ട് അവിടെ കൂടുതൽ ചർച്ചയ്ക്ക് സാധ്യതയില്ലാത്തതിനാൽ നമ്മൾ നേരിട്ട് മത്സരത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. അവിടെ യൂസർ നെയിം എന്നാണ് വേണ്ടത്. ഞാനിവിടെ ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്യുന്നു, നന്ദന. ആ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ 1 ആണ്. പിന്നെ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവിടെ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ പാസ്വേഡ് കോമൺ ആയിട്ട് പാസ് എന്നാണ് നൽകിയിട്ടുള്ളത്. ഇത് നമ്മുടെ 22.04 ഡിഫോൾട്ടായി കിടക്കുന്ന ശാരികയിലാണ്. സബ് ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ ജില്ലാതലത്തിലോ ഒക്കെ മത്സരം വരുമ്പോൾ ഇവിടെ ഈ പാസ്വേഡ് മറ്റൊന്നായിരിക്കും. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഈ പ്രവേശനം ആരംഭിക്കുന്നതോടുകൂടി നമ്മുടെ പരീക്ഷാ സമയം അല്ലെങ്കിൽ മത്സര സമയം തുടങ്ങുന്നില്ല. അതിനു മുമ്പായിട്ട് നമുക്ക് ചില നിർദ്ദേശങ്ങൾ വായിക്കാനുണ്ട്. ഈ നിർദ്ദേശങ്ങളിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആണവച്ചില്ല്, ഒട്ടുചില്ല് എന്നിവയിൽ നിന്ന് താങ്കൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക എന്നായിരുന്നു മുൻ വർഷങ്ങളിൽ കൊടുത്തിരുന്നത്. എന്നാൽ ഈ വർഷം ആണവച്ചില്ല് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശമായിരിക്കും ഉണ്ടാവുക. പിന്നെ മറ്റു നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നു. കീബോർഡും അതേപോലെ ലാപ്ടോപ്പും പ്രവർത്തിപ്പിക്കുന്ന കമ്പ്യൂട്ടറും ഒക്കെ നന്നായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് കുട്ടിയുടെ ഉത്തരവാദിത്തമാണ്. കുട്ടി ചെക്ക് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഫയൽ, അത് റൈറ്റർ ആയാലും അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റർ ആയാലും തുറന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? പുറകിലേക്ക് ബാക്ക് സ്പേസ് അടിച്ച് അത് ഒഴിവാക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്ക് ബാക്ക് സ്പേസ് അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് തെറ്റുന്ന ഒന്നും തന്നെ അവിടെ വിസിബിൾ ആവില്ല. തെറ്റായി ടൈപ്പ് ചെയ്യുന്ന 5 കീകൾക്ക് ഒരു സ്കോർ എന്ന രീതിയിൽ
മൊത്തം നിങ്ങൾക്ക് ലഭ്യമാകുന്ന സ്കോറിൽ നിന്ന് കുറവ് വരുന്നതാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കീബോർഡ് ലേഔട്ട് മലയാളമാക്കി മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഇതിനകത്ത് 2 ചില്ലുകളും ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആണവ ചില്ലാണ് ഉപയോഗിക്കേണ്ടത്. ആണവ ചില്ല് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ കാണാം, നിങ്ങളുടെ സ്ക്രീനിനകത്ത് സെക്കൻഡ് ബൈ സെക്കൻഡായി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു വലിയൊരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫിന്റെ ഏറ്റവും മുകളിലത്തെ വാചകം മുതലാണ് തുടങ്ങേണ്ടത്. കോവിഡ് കാലത്തെ കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന ശീർഷകം. അത് കഴിഞ്ഞ് മികച്ച പശ്ചാത്തല സൗകര്യ വികസനവും നവീനാശയങ്ങളും ജനസമ്മിതിയും സൃഷ്ടിച്ച നവോന്മേഷത്തിന്റെ പാതയിലായിരുന്നു കോവിഡിന്റെ 1ാം തരംഗ സമയത്ത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് തുടങ്ങുന്നൊരു വാചകമാണ്. ഈ വാചകമാവില്ല മറ്റു മത്സരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കുട്ടിക്ക് നൽകുന്നത്. അത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാം, എങ്ങനെയാണ് ഈ ടെക്സ്റ്റുകൾ മാറ്റി പരിശീലിക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാന ഭാഗം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങൾ, ആകെ അക്ഷരങ്ങൾ തന്നിരിക്കുന്നത് 5152 ആണ്. ടൈപ്പ് ചെയ്ത അക്ഷരങ്ങൾ എത്രയുണ്ടെന്ന് ഇവിടെ കാണിക്കും. CPM ക്യാരക്ടർ പെർ മിനിറ്റ് എത്രയുണ്ടെന്ന് ഇവിടെ കാണിക്കും. ടൈപ്പ് ചെയ്തതിന്റെ ശതമാനം ഇവിടെ കാണിക്കും. തെറ്റിവയുടെ എണ്ണം കാണിക്കും. മറ്റൊന്ന് ആരാണ് ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ടൈപ്പ് ചെയ്ത കീകളുടെ എണ്ണവും ഇവിടെ കാണിക്കും. ഇത്രയും വിവരങ്ങൾ ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങി നോക്കാം. കോവിഡ് കാലത്തെ കേരളത്തിലെ വിദ്യാഭ്യാസം. ഇപ്പോൾ ഞാൻ കോവിഡ് കാലത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കെ എന്നടിക്കുമ്പോൾ അവിടെയൊക്കെ ഇംഗ്ലീഷ് കെ വന്നിങ്ങനെ മിന്നി പോകുന്നു. അപ്പോൾ ആ മിന്നി പോകുന്നതിനനുസരിച്ച് കണ്ടോ, ഞാൻ ക്ലിക്ക് ചെയ്തതനുസരിച്ച് ഇവിടെ തെറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, 7 തെറ്റുകൾ വന്നു. അതെന്തുകൊണ്ടാണ് തെറ്റ് വന്നത്? ഇവിടെ മലയാളമാണ് കീബോർഡ് ലേഔട്ട് വരേണ്ടത്. നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മലയാളം പൂർണ്ണ എക്സ്റ്റൻഡഡ് സ്ക്രിപ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോവിഡ് എന്ന് അടിച്ചു നോക്കാം. കോവിഡ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒരു സ്പേസ് ആണ് വേണ്ടത്. കാലത്തെ എന്നടിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസം, കേരളത്തിലെ വിദ്യാഭ്യാസം. ഇത്രയും കാര്യങ്ങൾ കൃത്യമായതുകൊണ്ടാണ് കോവിഡ് കാലത്തെ കേരളത്തിലെ വിദ്യാഭ്യാസം എന്നത് സെലക്ട് ചെയ്യപ്പെട്ട് കാണുന്നത്. ഇനി ഞാൻ താഴത്തെ വരി മികച്ച പശ്ചാത്തല സൗകര്യം എന്നുള്ളത് തുടർച്ചയായിട്ട് അടിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ സ്പേസ് അടിക്കുമ്പോൾ മുന്നോട്ട് പോകുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? അവിടെ ശരിക്കും ഒരു സ്പേസ് അല്ല ഉള്ളത്, മറിച്ച് ഒരു എൻ്റർ ആണുള്ളത്. താഴത്തെ വരിയിലേക്ക് വരണം. പിന്നെ ഞാൻ മികച്ച എന്ന് ടൈപ്പ് ചെയ്തു. സൗകര്യം എന്നുള്ളതിന് ഞാൻ എന്നുള്ളതിന് അല്ല കൃത്യമായി വന്നില്ലെങ്കിൽ, തെറ്റാണെങ്കിൽ അവിടെ കണ്ടോ ഒന്ന് മിന്നി അങ്ങ് പോവുകയും ചെയ്യുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ചെയ്യുന്നത് തെറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും ഇവിടെ തെറ്റിയവയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഉണ്ടോ. അപ്പോൾ ഈ തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൃത്യമായി നല്ല ശ്രദ്ധയോടുകൂടി ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് മലയാളം ടൈപ്പിംഗ് സോഫ്റ്റ്വെയറായ ശാരികയിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കെ ഇത് 15 മിനിറ്റ് സമയദൈർഘ്യം കഴിയുമ്പോൾ ഒന്നുകിൽ മത്സരാർത്ഥി ടെക്സ്റ്റ് മുഴുവൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ ബാക്കിയുള്ള അവസ്ഥയിലായിരിക്കും അവസാനിക്കുക. എന്തായാലും ടൈപ്പിംഗ് സമയം പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഇൻഫർമേഷൻ വിൻഡോ വരും. നമുക്കതിന് അല്പം മുന്നോട്ട് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഘട്ടങ്ങളിൽ ഒരു ഇംഗ്ലീഷ് അക്ഷരമോ അല്ലെങ്കിൽ ഒരു അക്കമോ വരികയാണെങ്കിൽ ന്യൂമറിക് കീബോർഡ് വലതുവശത്ത് ന്യൂമറിക് കീബോർഡിലുള്ളതാണെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്താൽ അക്കങ്ങൾ കിട്ടും.
ഇനി അതല്ല, നമ്മുടെ QWERTY കീബോർഡിന്റെ മുകൾ ഭാഗത്തുള്ള അക്കങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ മലയാളം എന്നുള്ളത് ഇംഗ്ലീഷിലേക്ക് മാറിക്കൊണ്ട് വേണം അത് ടൈപ്പ് ചെയ്യാൻ. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും തിരിച്ച് മലയാളത്തിലേക്ക് പോവുകയും വേണം. ഇങ്ങനെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മാറാനുള്ള വേഗത കൂട്ടാൻ വേണ്ടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ വിൻ ബട്ടണും സ്പേസ് ബാറും ഉപയോഗിച്ച് നമുക്ക് ഭാഷ മാറ്റാമെന്ന് വിവരിച്ചു തന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ടൈപ്പിംഗ് മത്സരത്തിൽ വിജയികളായി തീരാൻ കഴിയുക തന്നെ ചെയ്യും. ടൈപ്പിംഗ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം സമയം അവസാനിക്കാറായിട്ടുണ്ട്. 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ്. നമ്മുടെ ഇൻഫർമേഷൻ വിൻഡോ വന്നു കഴിഞ്ഞു. ടൈം ഈസ് ഓവർ ഓർ കംപ്ലീറ്റ് എ ടെക്സ്റ്റ്. ഒന്നുകിൽ നിങ്ങൾ സമയം പൂർത്തിയാക്കി, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ടൈപ്പ് ഡാറ്റ സേവ്ഡ് ഇൻ ഡെസ്ക്ടോപ്പ്. അപ്പം നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത അത്രയും ഒരു ഫയലായിട്ട് സേവ് ചെയ്യപ്പെടും. ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇവിടെയാണ് ക്ലോസ് ചെയ്യാനുള്ളത്. ക്ലോസ് ചെയ്യും. നിങ്ങൾ ടൈപ്പ് ചെയ്ത, അല്ലെങ്കിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഇതാണ്. ODT ഫയലായിട്ടാണ് വന്നിരിക്കുന്നത്. ODT ആണ്. ഇത്രയും ഭാഗമാണ് ഞാൻ ടൈപ്പ് ചെയ്തത്. UP വിഭാഗം കുട്ടികൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. എന്നാൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്ക് അവർ ടൈപ്പ് ചെയ്ത കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട്, ഒന്നുകിൽ ടൈപ്പ് ചെയ്ത കണ്ടന്റ് ആയിരിക്കാം, ചിലപ്പോൾ ജഡ്ജസ് തരുന്ന കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ രൂപകൽപ്പനയും കൂടി ചെയ്യേണ്ടതുണ്ട്, ലേഔട്ട് കൂടി ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ഒരു ODT ഫയൽ മറ്റു ഡാറ്റകൾ ഒക്കെ നൽകും. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമാക്കി തീർക്കുക എന്നുള്ളതാണ്. നിർദ്ദേശമനുസരിച്ച് മനോഹരമായി തീർക്കുകയാണ് IT മലയാളം ടൈപ്പിംഗ് മത്സരത്തിന്റെ അവസാനമെന്ന് പറയുന്നത്. 2 കാര്യങ്ങളാണ് ജഡ്ജ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, നമ്മൾ അത്രയും നേരം ടൈപ്പ് ചെയ്ത കണ്ടന്റ് എത്ര ഉണ്ടെന്നും അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ലേഔട്ട് എത്ര ഭംഗിയായി ചെയ്തു എന്നുള്ളതും 2 ഘട്ടമായിട്ടാണ്. ഒന്ന് ടൈപ്പിംഗ് വിൻഡോയിൽ കാണുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ചും, മറ്റൊന്ന് ടൈപ്പ് ചെയ്ത് കിട്ടുന്ന ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ലേഔട്ട് ശേഷിയുമാണ് പരിശോധിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ശാരിക സോഫ്റ്റ്വെയർ തുറന്നപ്പോൾ കോവിഡ് കാലത്തെ കേരളം എന്ന് പറയുന്ന ടെക്സ്റ്റാണ് കിട്ടിയത്. ഈ ഒരു ടെക്സ്റ്റ് കുട്ടിക്ക് വേണമെങ്കിൽ ആവർത്തിച്ച് പരിശീലിക്കാം. എങ്കിലും പുതിയ ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത് പരിശീലനം നടത്തുന്ന കുട്ടികൾക്കാണ് വളരെ വേഗത്തിൽ ടൈപ്പ് ചെയ്യാനും ടൈപ്പിംഗ് മത്സരത്തിലേക്ക് തന്റെ എല്ലാ ശേഷികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പങ്കെടുക്കാൻ കഴിയുക. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് അത്തരം പരിശീലനത്തിലുള്ള അവസരം നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി വ്യത്യസ്തമായ ടെക്സ്റ്റുകൾ തയ്യാറാക്കി ചാരിക സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളിവിടെ നേരത്തെ തയ്യാറാക്കിയ ചില ടെക്സ്റ്റുകളുണ്ട്. ഒന്ന് ഫ്രീ സോഫ്റ്റ്വെയർ ഡേയുമായി ബന്ധപ്പെട്ട ഒരു ടെക്സ്റ്റാണ്. സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് കാണാൻ നിങ്ങൾക്ക് 2004 ആഗസ്റ്റ് 28 എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. അതേപോലെ SFD എന്നുള്ള ഇംഗ്ലീഷ് വാക്കുണ്ട്. ഇത്തരം കാര്യങ്ങളുണ്ട്. മാത്രമല്ല സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഈ വാക്കൊക്കെ ടൈപ്പ് ചെയ്യുന്ന രീതിയൊക്കെ കുട്ടികൾ നന്നായി പഠിപ്പിക്കേണ്ടതുണ്ട്. 2ാമത്തത് ഡോക്ടർ വിസാസോ കിക്കി എന്ന് പറയുന്ന നാഗാലാൻഡുകാരനായ ഡോക്ടർ കേരളത്തിൽ വന്നിട്ട് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് കാണിച്ച അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയൊരു കുറിപ്പാണിത്. ഈ കുറിപ്പ് കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. അതേപോലെ 3ാമതായിട്ട് നമുക്ക് വായനാ സംസ്കാരം വീണ്ടെടുക്കുക എന്ന് പറഞ്ഞ സച്ചിദാനന്ദൻ എഴുതിയ ലേഖനത്തിന്റെ ഒരു ഭാഗമാണ് ഉള്ളത്. ഇത്രയുമാണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റുകൾ ലിങ്കിനകത്ത് വേണമെങ്കിൽ നൽകാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് എങ്ങനെയാണ് ശാരികയിൽ കൊണ്ടുവരിക എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ ടെക്സ്റ്റ് അവിടെ ഉപയോഗിക്കുക എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് ചെല്ലാം. വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ശാരിക സോഫ്റ്റ്വെയർ തുറക്കുന്നു. നേരത്തെ നമ്മൾ ശാരിക സോഫ്റ്റ്വെയർ തുറന്നു വന്നു കഴിഞ്ഞപ്പോൾ യൂസർ നെയിം, രജിസ്റ്റർ നമ്പർ, പാസ്വേഡ് കൊടുത്താണ് പ്രവേശിച്ചത്. എന്നാൽ ഇവിടെ നമുക്ക് യൂസർ നെയിം എന്ന് പറയുന്നത്
അഡ്മിൻ എന്ന വാക്കാണ്. ഇംഗ്ലീഷിൽ അഡ്മിൻ. എന്നാൽ രജിസ്റ്റർ നമ്പർ അവിടെ നൽകേണ്ടതില്ല. പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട്. പാസ്വേഡ് നമുക്ക് അഡ്മിൻ എന്ന് തന്നെയാണ്. ഇത്രയും കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ വന്നതുപോലെ തന്നെ വരും. പക്ഷേ ഇവിടെ എന്തുണ്ടാവില്ല? ടെക്സ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ 2 മെനു കാണാം. ഒന്ന് ഫയൽ എന്ന മെനു കാണാം, ഒന്ന് എഡിറ്റ് എന്ന മെനു കാണാം. എഡിറ്റ് എന്ന മെനുവിനകത്ത് പ്രിഫറൻസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ വർഷത്തെ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ഫയൽ ആണവ ചില്ല് വേണമെങ്കിൽ അത് ചെയ്യാം, ഒട്ടു ചില്ല് വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ആണവ ചില്ല് മാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാവും. ഇവിടെ സാമ്പിൾ ടെക്സ്റ്റ് ഉണ്ട്. കണ്ടോ? സാമ്പിൾ ടെക്സ്റ്റ് കണ്ടില്ലേ? വേദകാലഘട്ടം മുതൽ തന്നെ എന്ന് പറഞ്ഞിട്ട് സാമ്പിൾ ടെക്സ്റ്റ് ഉണ്ട്. നമുക്കിതൊന്നും നമുക്ക് ആവശ്യമില്ല. അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കളയാം, കുഴപ്പമില്ല. ഇനി ടെക്സ്റ്റ് ഫയൽ ആണവ ചില്ല് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സൂക്ഷിച്ചത് എടുക്കാൻ പോവുകയാണ്. കുട്ടിക്ക് നൽകിയിരിക്കുന്ന ടെക്സ്റ്റ് എത്ര വലുപ്പത്തിൽ കാണണം എന്ന് നമുക്ക് ഇവിടെ നിർവചിക്കാൻ പറ്റും. ഫോണ്ട് സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുട്ടിക്ക് എന്ത് പാസ്വേഡ് കൊടുക്കണം എന്നുള്ളത് ഇവിടെ തീരുമാനിക്കാം. ബ്രൗസ് ചെയ്യാണ്. ഞാനിവിടെ ആണവച്ചില് ബ്രൗസ് ചെയ്യാണ്. ബ്രൗസ് ക്ലിക്ക് ചെയ്തപ്പോൾ കമ്പ്യൂട്ടറിനകത്തേക്ക് പോകുന്നു. അകത്തേക്ക് പോയാൽ അകത്ത് ഞാൻ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ആർട്ട് കിച്ചൺ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഫോൾഡറുണ്ട്. അതിനകത്ത് ശാരിക കണ്ടന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ശാരിക കണ്ടന്റിനകത്ത് ഞാൻ ഫ്രീ സോഫ്റ്റ്വെയർ ഡേ എന്ന ടെക്സ്റ്റാണ് ആദ്യം എടുക്കുന്നത്. ഫ്രീ സോഫ്റ്റ്വെയർ ഡേ എടുത്തു, ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, ഈ ടെക്സ്റ്റ് ഇവിടെ വന്നു. ഇവിടെ വേണമെങ്കിൽ 60 സെക്കൻഡ് കൊടുക്കാം. എന്നിട്ട് ടെസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നീട് മാറ്റിയാൽ മതിയാവും. നമ്മൾ നേരത്തെ 15 മിനിറ്റ് സമയം കാത്തിരിക്കേണ്ടി വന്നില്ലേ? അതുപോലെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് കുറഞ്ഞ സമയം കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി ടെസ്റ്റിംഗ് കഴിഞ്ഞ് മുന്നോട്ട് പോകാം. എന്നതിന് ശേഷം ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്താൽ മതി? ഇവിടെ സമയം ഈ 15 മിനിറ്റ് തന്നെ അല്ലെങ്കിൽ 900 സെക്കൻഡ് തന്നെ കൊടുത്താൽ മതിയാവും. അണ്ടർസ്റ്റാൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? പാസ് എന്ന് കൊടുത്തു. ഇപ്പൊ ഏതാണ് സൈസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടോ? ഇവിടെ നമുക്ക് ഇത് കൂട്ടുന്നതനുസരിച്ച് ആ ടെക്സ്റ്റിന്റെ വലുപ്പം കാണാണ്ടോ? എത്ര വലുപ്പത്തിൽ കുട്ടി കാണണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇവിടെ നമുക്ക് 20 സൈസ് കൊടുത്തു എന്ന് വിചാരിക്കും. കുട്ടിക്ക് നന്നായി കാണാൻ വേണ്ടി 20 സൈസ് വേണമെങ്കിൽ കൊടുക്കാം. സേവ് ചെയ്യുന്നു. സേവ്ഡ് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഫയല് ക്ലോസ് ചെയ്യാം. വീണ്ടും ഒന്ന് തുറന്നിട്ട് ശാരികയിലേക്ക് പോകാം. യൂസർ നെയിം നമ്മൾ മറ്റൊരു പേര് കൊടുക്കുന്നു. ഒരു പേര് കൊടുത്തു. രജിസ്റ്റർ നമ്പർ കൊടുത്തു, 2 എന്ന് കൊടുത്തു. പാസ്വേഡ് നമ്മൾ പാസ് എന്ന് കൊടുത്തു. ലോഗിൻ ചെയ്യുന്നു. ആണവച്ചില്ലാണ്. സ്റ്റാർട്ട്. ഇപ്പൊ ഇവിടെ വന്നുകൊണ്ടോ നമ്മൾ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനം വന്നു. നേരത്തെ വന്നായിരുന്നു ഇത് അല്ല. വലിപ്പം ഒരല്പം കൂട്ടിവെച്ചതുകൊണ്ട് കുട്ടികൾക്ക് സംശയലേശമന്യേ ടെക്സ്റ്റുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ കഴിയും. ശാരികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി മത്സര രംഗത്തേക്ക് കുട്ടികൾ കടന്നു ചെല്ലട്ടെ. അധ്യാപകർ അവരുടെ മികച്ച സഹായികളായി മാറട്ടെ. കുട്ടികൾക്കും വിദ്യാലയത്തിനും അധ്യാപകർക്കും ഈ വീഡിയോ ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്.